ഞാൻ ചോദിക്കുന്നത് നമ്മൾ ആരോഗ്യം നന്നാക്കുന്നതിന് വ്യായാമം ചെയ്യുന്നതിൽ എന്തിനാണ് നമ്മൾ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൻ്റെ പേരെടുത്ത് പറയേണ്ട കാര്യമുള്ളത്? കാരണം ഇത് എല്ലാവർക്കും ഓപ്പൺ സ്പേസിൽ നടക്കുന്നൊരു പ്രോഗ്രാം. ആർക്ക് വേണമെങ്കിലും ചേരാം, ആർക്ക് വേണമെങ്കിലും വ്യായാമം ചെയ്യാം. അത് എന്താണ് അതിൻ്റെ അങ്ങനെ ഒരു പ്രചരണം വരാനുള്ള സാഹചര്യം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മെക്സവൻ കൂട്ടായ്മയെക്കുറിച്ചുള്ള ഒരു പ്രതികരണം നമ്മൾ തേടുകയാണ് മുൻമന്ത്രിയും MLA-യുമായ അഹമ്മദ് ദേവറഗലിനോട്. ഇപ്പോൾ മെക്സവൻ ഒരു വ്യായാമ കൂട്ടായ്മയാണ്. ഇപ്പോൾ അത് സംബന്ധിച്ച ചില ആരോപണങ്ങൾ വരുന്നുണ്ട്. താങ്കൾക്ക് അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? മെക്സവനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു നല്ല ആരോഗ്യ കൂട്ടായ്മയായിട്ടാണ് ഞാനതിനെ കണ്ടിട്ടുള്ളത്. കോഴിക്കോട് ബീച്ചിലെ അതിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ എന്നെ ക്ഷണിച്ചിരുന്നു. ഞാൻ പോവുകയും അന്ന് ഫുള്ള് അവരോടൊപ്പം തന്നെ വ്യായാമം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സരോവരം ആരംഭിച്ചത് മുതൽ ഞങ്ങളൊക്കെ ഇവിടെ സ്ഥിരമായി വ്യായാമം ചെയ്യുന്ന ആളുകളാണ്. ഇവിടെ വിവിധതരം കൂട്ടായ്മകളുണ്ട്. അവിടെ ഞങ്ങൾ ജാതി മത ചിന്തകളൊന്നും ആരും വെച്ച് പുലർത്താറില്ല. പൊതുവെ അതിനതീതമായി എല്ലാവരെയും മനുഷ്യരെ കാണാൻ കഴിയുന്ന ഒരു നല്ല രീതിയാണ് നമ്മൾ ഈ പറയുന്ന വ്യായാമമായാലും അതുപോലെ കായിക കലകളായാലും കലാപരിപാടികളൊക്കെ ആയാലും നമ്മളങ്ങനെ കാണാറുള്ളത്. ബീച്ചിലും അതുപോലെ തന്നെ എല്ലാ ജാതി മത വിഭാഗത്തിലും പെട്ട ആളുകൾ ഒന്നിച്ച് വ്യായാമം ചെയ്യുന്നതാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതൊരു രഹസ്യ സ്ഥലത്തല്ല, ഓപ്പൺ സ്ഥലത്ത് എല്ലാവരും കാണുകയാണ് ആ വ്യായാമ മുറകൾ നടക്കുന്നത്. അതുമാത്രമല്ല, മെക്സവൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വേറൊരു പേരിൽ വളരെ നേരത്തെ കുണ്ടോട്ടിയിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചൊരു കൂട്ടായ്മയാണ്. പിന്നീട് അവരത് ഒരു രജിസ്റ്റേർഡ് രൂപത്തിൽ വന്ന് ഈ പേര് സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അത് സംസ്ഥാനത്തിനകത്തും പുറത്തുമൊക്കെ വ്യാപകമായി തന്നെ ആളുകൾ അതിനോട് താല്പര്യം പ്രകടിപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് നല്ല റിസൾട്ട് ലഭിക്കുന്നു എന്നതുകൊണ്ടായിരിക്കണമല്ലോ ആളുകൾ അതിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അതുമാത്രവുമല്ല, ഒരു സാമ്പത്തിക ലാഭവും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അവരത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒരു തരം ഡൊണേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീസോ അവർ വാങ്ങുന്നില്ല. അതുപോലെ ഈ ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ഒന്നും പേരുകൾ ചിലപ്പം പരസ്പരം പരിചയപ്പെടാൻ ചോദിക്കുമെന്നല്ലാതെ അങ്ങനെ ഒരു ചോദിക്കുന്ന രീതിയൊന്നും അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് എല്ലാവർക്കും ഉപകരിക്കാവുന്ന നല്ല ഒരു കൂട്ടായ്മ എന്നാണ് എനിക്ക് അനുഭവത്തിലൂടെ ബോധ്യമായിട്ടുള്ളത്. CPM ജില്ലാ സെക്രട്ടറി പി മോഹൻ മാഷ് അതിലൊരു ജമാഅത്തെ ഇസ്ലാമി പോപ്പുലറിൻ്റെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ട് സംശയം? ഞാൻ ചോദിക്കുന്നത് നമ്മൾ ആരോഗ്യം നന്നാക്കുന്നതിന് വ്യായാമം ചെയ്യുന്നതിൽ എന്തിനാണ് നമ്മൾ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൻ്റെ പേരെടുത്ത് പറയേണ്ട കാര്യമുള്ളത്? കാരണം ഇത് എല്ലാവർക്കും ഓപ്പൺ സ്പേസിൽ നടക്കുന്നൊരു പ്രോഗ്രാം. ആർക്ക് വേണമെങ്കിലും ചേരാം, ആർക്ക് വേണമെങ്കിലും വ്യായാമം ചെയ്യാം. അത് എന്താണ് അതിൻ്റെ അങ്ങനെ ഒരു പ്രചരണം വരാനുള്ള സാഹചര്യം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തെങ്കിലും തെറ്റിദ്ധാരണ കുടുങ്ങി? ഞാൻ അത് ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടി മോഹൻ മാഷ് ഒരു ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടനയെ പറ്റി വിമർശിച്ചിട്ടില്ല. പൊതുവായി പറയുന്ന കൂട്ടത്തിൽ ഇത്തരം സംഘടനയ്ക്കിടയിൽ ഇത്തരം ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, SDP പോലെയുള്ള സംഘടനകൾ നുഴഞ്ഞുകയറ്റം ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പാലിക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അദ്ദേഹത്തിന് പറയാമല്ലോ. താങ്കൾക്ക് എന്തായാലും അത്തരം ഒരു നല്ല വ്യായാമ കൂട്ടായ്മയായി തോന്നുക മാത്രമല്ല, അനുഭവസ്ഥരായ ഒരുപാട് ആളുകൾ നമ്മോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പലരും നമുക്കറിയാം, ഷുഗറിനൊക്കെ മരുന്ന് കഴിക്കുന്ന, പ്രഷറിന് മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് പലർക്കും ഇപ്പോൾ അതില്ലാതെ കാര്യങ്ങൾ നോക്കാനും ടെസ്റ്റ് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു കൂട്ടായ്മയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയതോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ദർശിക്കാൻ കഴിയുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് അഹമ്മദ് ദേവർകോവിൽ. ഷബീർ ഖലീലിനൊപ്പം അസ്ലം, മീഡിയ 1 കോഴിക്കോട്.